Hello guys, welcome back to our YouTube channel. It's me, Surya. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഹൽദിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മാരേജിൻ്റെ ഫുൾ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ എന്താണെന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഒരു കോസ്റ്റ്യൂം എന്ന് എല്ലാവരും പോയി. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. അത് ഫുൾ ട്രഡീഷണലാണ്, കേരള ഗേൾ. ഹലോ ഗൈസ്, അപ്പോൾ ഇത് ഞങ്ങൾ ഗിഫ്റ്റും കൊണ്ട് പോകുകയാണ്. തിരിച്ച് കളിച്ചു. അപ്പോൾ ഞങ്ങളിതാ മണ്ഡപം എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പിള്ളേരൊക്കെ ഈ ഒരു കളറ് സ്കേർട്ടും ടോപ്പും, വലിയവർ സാരി ഇതാ ഒരു കളറ്, ഈ ഒരു കളറ് സാരിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ മണ്ഡപം എത്തി. ഇതെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതെല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു മണ്ഡപത്തിൽ നിന്ന്. അങ്ങനെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഇങ്ങനെ ബാക്കിൽ വരികയാണ് വീഡിയോ എടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് രാവിലത്തെ ഒരു ഡെക്കറേഷൻ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പേര് വന്നു തുടങ്ങി. ചേട്ടൻ്റെ വീട്ടുകാർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എത്തിയത്. എൻ്റെ അമ്മമ്മ, അങ്ങനെ എല്ലാവരും ഉണ്ട്. മാമൻ്റെ മക്കൾ അങ്ങനെ ഉണ്ട്. ഇത് അമ്മായി, ഇന്നലെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അമ്മായി, എല്ലാവരും ഉണ്ട്. എന്താ കണ്ട ഇവരുടെ ഒരു മോഡൽ, ഇവരുടെ ഈ ഒരു കോസ്റ്റ്യൂം ഞങ്ങളുടെ ഇങ്ങനെ ഇതൊരു കോഡാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ ആയിരുന്നു. പിന്നെ അതായത് ചേട്ടനൊരു അമ്മൂന്ന് പറഞ്ഞ് ഞങ്ങൾ താലവും കൊണ്ട് ചേട്ടനെ വരവേൽക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഈ കോഡിട്ടവരായിരുന്നു താലമെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നടുവിലൊരു ഡിഫറെൻ്റായിട്ട് ഒരു സാരിയിൽ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ താലമൊക്കെ എടുത്തു. ബാഗിൽ നിൽക്കുന്നതാണ് ചേട്ടൻ. അത് ചേട്ടൻ്റെ അനിയത്തി. അപ്പോൾ ആനിക്കുട്ടി ഏട്ടന് ബൊക്കെയൊക്കെ കൊടുത്തിട്ട് പോകും, ഇതൊക്കെ കൊടുത്തിട്ട് വരികയാണ്. അപ്പോൾ ഞങ്ങളതാ ഏട്ടനപ്പോൾ ഇങ്ങനെ പതുക്കെ നടക്കണം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ തിങ്ങി നിറങ്ങി ഇങ്ങനെ നടക്കണം. അപ്പോൾ ക്യാമറമാൻ പറയണത് വിട്ട് നടക്കുക, പതുക്കെ വാ, അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് പറയായിരുന്നു. അപ്പോൾ പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ മോഹിനിയാട്ടം ഈ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏട്ടനെ വരവേൽക്കുമ്പോൾ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി കളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനുണ്ടായിരുന്നില്ല, നല്ല കളിയായിരുന്നു. ഞാൻ ആദ്യം ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം കഥകളി മാത്രമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഈ രണ്ട് ചേച്ചിമാരെ കൂടെ കണ്ടത്. ചേച്ചിമാരെ നല്ല ഫ്രണ്ടായി നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ബാക്കിലേക്ക് നിൽക്കുക, അല്ലെങ്കിൽ കളിക്കാൻ പറ്റില്ല, ഞങ്ങൾ കയ്യെല്ലാം ഇങ്ങനെ വീശുന്ന ടൈമിൽ നിങ്ങളുടെ മയത്തൊക്കെ തട്ടും, അങ്ങനെയൊക്കെ പണ്ട് ആ ചേച്ചിമാരിങ്ങനെ പറയണത്. അപ്പോൾ ഞങ്ങൾ ശരി ചേച്ചി അതുകൊണ്ട് ഞങ്ങൾ ബാക്കിൽ മെല്ലെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ തലയെടുത്ത് നിൽക്കുമ്പോൾ ഏട്ടനെ ഞങ്ങൾ ബാക്കിലേക്ക് ആക്കി ശരിക്കും പറഞ്ഞു. അപ്പോൾ ഏട്ടനെ ഫ്രണ്ടിലേക്ക് നിർത്തി എന്നൊക്കെ വെച്ചിട്ട് പറയുമായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പാട്ടും അവരുടെ ആ കളിയും അടിപൊളിയുണ്ടായിരുന്നു, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അടിപൊളി ഫാമിലി മെമ്പേഴ്സ് ഫുള്ള് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗാണ് ചേച്ചീനെ കൂടെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കളിച്ച് അവർ സ്റ്റേജ് വരയ്ക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരുവിധം ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ അവിടുന്ന് രണ്ട് സ്റ്റെപ്പ് വെച്ചിങ്ങനെ മുന്നിലോട്ട് വരുമായിരുന്നു. കാരണം ഞങ്ങൾ ഇവരുടെ ഒപ്പം വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവർക്ക് കളിക്കാൻ ഡിസ്റ്റർബൻസ് ആവും. പിന്നെന്താ ഒരു കയ്യും കാലും അവരിങ്ങനെ കളിക്കുമ്പോൾ നമ്മുടെ മേത്ത് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അവർ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നതൊക്കെ കുറച്ച് ബാക്കിൽ നിൽക്കടാ എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും അവരുടെ ഡാൻസിൽ അങ്ങനെ അലിഞ്ഞ് ചേരുകയാണ്. കാരണം അത്രയ്ക്ക് നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മമ്മയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവസാനം ചേട്ടനെ വരവേൽറ്റുകൊണ്ട് ഞങ്ങളിതാ ഫ്രണ്ടിൽ സ്റ്റേജിൻ്റെ ഇവിടെ ഓൾമോസ്റ്റ് എത്താനായി. ഫുള്ളും ഒത്തിരി പേരുണ്ടായിരുന്നു. മുകളിൽ നിന്നിട്ട് എല്ലാം താക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഫ്രണ്ടിലേക്ക് എത്തി. ഓൾമോസ്റ്റ് സ്റ്റേജിൻ്റെ ഫ്രണ്ട് എത്താനായി നല്ല എത്തി. അപ്പോൾ അതാ ചേട്ടനെ നിൽക്കുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്യാമറ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെന്താ ഞങ്ങൾ താലമെല്ലാം വെച്ചു. അവിടെ സ്റ്റേജിൽ വയ്ക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഥകളി പിന്നെ കൂടെ എന്തോ ഒരു അപ്പോൾ അതെല്ലാം കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ സ്റ്റേജിലേക്ക് കയറാണ്. ചേട്ടൻ അനിയത്തിയും അനിയനുമാണ് കേട്ടോ. അപ്പോൾ ഈ ഡെക്കറേഷൻ ഇവൻറ്റ് മാനേജ്മെൻറ്റിന് എടുത്ത് പറയേണ്ട ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അവർ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഹൽദിൻ്റെ ഡെക്കറേഷൻ ആയാലും മാരേജിൻ്റെ രാവിലത്തെ ആയാലും അടിപൊളിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതാണ് അവരുടെ ഡെക്കറേഷൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്.
അടുത്തായിട്ട് ഏട്ടൻ എന്താ സ്റ്റേജിലൊക്കെ കയറി ചേച്ചിക്കായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പം അമ്മായി ഇങ്ങനെ താലം കൊടുത്തിട്ടാണ് പെണ്ണിനെ വരവേൽക്കുക. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ചടങ്ങ്. ഈ പാലക്കാട്ടിലൊരു ചടങ്ങ്. വേറെ എവിടെയാണ് എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് ചടങ്ങെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അമ്മായി ചേച്ചീനെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ താലമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഥകളി ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ചേച്ചിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സാധനം ഇങ്ങനെ പന്തൽ പോലുള്ള സാധനം ഞങ്ങൾ കസിൻസ് അനിയന്മാരാണ്, ചേച്ചിയുടെ അനിയന്മാരാണ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ പൂക്കുറ്റി എത്തിയപ്പോൾ എല്ലാവരും എന്താ പറയുന്നത് എട്ടിക്കാരൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ബാക്കിലായിരുന്നു. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇതായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി പേടിച്ചു കേട്ടോ. കാരണം എന്തോ ഡ്രസ്സിന് എന്തെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലും പൊള്ളുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അവർ കളിക്കാനുണ്ടായിരുന്നു കേട്ടോ. അവരുടെ കളി എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ടതായിരുന്നു. വീണ്ടും ഞങ്ങൾ നന്നായിട്ടായിരുന്നു അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ കളിച്ചു കഥകളി. അതിൻ്റെ ബാക്കിൽ ചേച്ചിയായിട്ട് നടുവിൽ ഒരു സാധനം പിടിച്ചിട്ട് 4 പേര് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിലെനിക്ക് ഏറ്റവും ഫീലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി ഇങ്ങനെ താലെടുത്തിട്ട് വരുമ്പോൾ കരഞ്ഞു. ആ ചേച്ചി സന്തോഷം കൊണ്ട് കരഞ്ഞതായിരിക്കും. പക്ഷെ എന്തോ എനിക്കത് ഇങ്ങനെ കണ്ടു നിന്നപ്പോൾ എനിക്ക് അതിനേക്കാളും സങ്കടമായി. പിന്നെന്താ ഈ ഒരു നിമിഷത്തിൽ കഴിഞ്ഞു. അതായത് ഞാൻ അമ്മയുടെ വീട്ടിൽ വന്ന ചേച്ചിയുടെ വീട് ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ചേച്ചിയുടെ ഒപ്പം ആയിരിക്കും ഫുൾ ടൈം. ചേച്ചി ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കോളേജ് കഴിഞ്ഞ് ചിലപ്പോൾ ഫ്രൈഡേ അങ്ങനെ ഇവിടേക്ക് അമ്മയുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ ഞാൻ ഫുള്ളും അങ്ങനെ ചേച്ചിയുമായിട്ട് അങ്ങനെ അറ്റാച്ച്ഡ് ആയിരുന്നു ഞങ്ങളെല്ലാവരും തന്നെ. അപ്പം ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാ പിള്ളേരും തന്നെ ചേച്ചിയുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോകുന്നു എന്ന് പറയുമ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ ചേച്ചി പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു സങ്കടം. പിന്നെ ചേച്ചി എല്ലാം കൊണ്ടും ചേച്ചി കരഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് പ്രോബ്ലം അല്ല, അവരിങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മൊമെൻറ്റിലേക്ക് അവരെത്തിയത്. അപ്പോൾ ചേച്ചിക്ക് അതിൻ്റെ ഒരുപാട് സങ്കടമാണ്. ചേച്ചി കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ എന്താ പറയുക, നമുക്കും സങ്കടം. അല്ലെങ്കിൽ തന്നെ ഞാനെല്ലാം എന്താ പറയുക സങ്കടത്തിലാണ്. കാരണം ചേച്ചി പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മളെല്ലാവരും സങ്കടത്തിലാണ്. ചേച്ചി അതിനേക്കാളും കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ വീണ്ടും നമുക്കിങ്ങനെ സങ്കടം വരും. ഞങ്ങൾ കരയേണ്ട ചേച്ചി പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചേച്ചി എന്താ പറയുക ആനത്തെ കണ്ണീരായിരിക്കും ചേച്ചിയുടെ. പക്ഷേ നമുക്കെന്തോ കാണുമ്പോൾ ഒരു ഇത് കഴിഞ്ഞില്ലേന് ചേച്ചി ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണെങ്കിൽ നേരെ ഇങ്ങോട്ടേക്കല്ലല്ലോ വരിക. അങ്ങനെയൊക്കെയാണ് എൻ്റെ മൈൻഡ് ഫുൾ അങ്ങനെയായിരുന്നു. എനിക്കിപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ പോലും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ചേച്ചി ഇല്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ചേച്ചി ഉണ്ടെങ്കിൽ അവൾ ഫുൾ ടൈം അവിടെ ആയിരിക്കും, ഇപ്പം അവിടേക്ക് പോകുന്നേ ഇല്ല. അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത്. വലിയമ്മയും അവരൊക്കെ അങ്ങനെ പറയുന്നു. അപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം. പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പറയുമ്പോൾ സന്തോഷം, ചേച്ചി പോയി എന്ന് പറയുമ്പോൾ ഒരു സങ്കടം. അങ്ങനെയൊക്കെ ചേച്ചീൻ്റെ ഏട്ടൻ്റെ എന്താ പറയുക ഒരു ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ ഒരു മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആ ഒരു മൊമെൻറ്റിലേക്ക് എത്തി. അവരിപ്പം എന്താ പറയുക അവരുടെ ഒരു ലൈഫിൽ തന്നെ ബിഗ് ഡേ ആയിരിക്കും ഈ ഒരു ഡേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമെന്നല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്. കാരണം ഒരുപാട് പ്രോബ്ലം എന്നൊക്കെ പറയാം. അതെല്ലാം അവർ ഫേസ് ചെയ്ത് അവർ ഈ ഒരു ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ആ ഒരു ഡേ എത്തിയ ചേച്ചിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇത്രയും ഗ്രാൻഡായിട്ട് കല്യാണം ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചേച്ചിയുടെ ആഗ്രഹം അങ്ങനെ സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഞാൻ ശരിക്കും എന്താ പറയുക ഉരുക്കു വനിതയാണ് എൻ്റെ ചേച്ചി തന്നെ ഞാൻ പറയും. ചേച്ചി സ്റ്റേജിലേക്ക് കയറി താലം കൊണ്ട് സ്റ്റേജിലേക്ക് കയറി. ഞങ്ങളുടെ ഇവിടെ ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ ചടങ്ങെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ചേട്ടൻ ഇങ്ങനെ വലം ചുറ്റിയിട്ട് ഇങ്ങനെ വരികയായിരുന്നു. പിന്നെ 3 വലം ചുറ്റും. ഇപ്പോൾ കൂടുതലും പാലക്കാട്ടുകാർ തന്നെ ആയിരിക്കും എൻ്റെ വീട് കാണുന്നത്. പുറത്തുനിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് ചടങ്ങെന്ന് പറഞ്ഞാൽ. ഇത് വലിയമ്മയാണ് കേട്ടോ, ചേച്ചിയുടെ അമ്മയാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ വലം ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചീൻ്റെ ബ്യൂട്ടീഷ്യൻ അതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറയാനുണ്ടായിരുന്നില്ല ചേച്ചീൻ്റെ മേക്കപ്പിനെ കുറിച്ചിട്ട്. ആ ചേച്ചി അതായത് മേക്കപ്പ് ചെയ്ത് ചേച്ചി നല്ലൊരു എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൽദിൻ്റെ മേക്കപ്പും ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വെഡ്ഡിങ് ലുക്ക് അതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ചടങ്ങ്. പൂവൊക്കെ കൊടുത്ത് ഇത് വലിയച്ഛനാണ്, ചേച്ചിയുടെ അച്ഛൻ വലിയച്ഛനാണ്. അപ്പോൾ ഇവരിങ്ങനെ കൊടുത്തു. പരസ്പരം ഇങ്ങനെ കൈയെല്ലാം മാറി. അത് ഏട്ടൻ്റെ അച്ഛൻ, അമ്മ, ഏട്ടൻ. അപ്പോൾ ഇങ്ങനെ കൈയെല്ലാം മാറി
ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് തന്നെ പറയാം. നമുക്ക് 12 വർഷം, ഇന്ന് കാലത്ത് 2 വർഷം കാത്തിരുന്നു, 2 വർഷം പ്രേമിച്ചു, വീട്ടിൽ പിടിച്ചു, എന്നാണ് കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ അവരിപ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞു, വീട്ടുകാർ എന്തെങ്കിലും പറഞ്ഞു അപ്പോൾ ഓടിപ്പോകുന്ന കാലമാണ്. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, പകുതി ഭൂരിഭാഗം പേരല്ല പറയുന്നത്, എന്നാലും ചില പേര് അങ്ങനെയാണ്. അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും ചെയ്യാം അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ എന്തൊക്കെ വന്നാലും അവരതിനെ ഫേസ് ചെയ്ത് ഇത്രയും വർഷം കാത്തിരുന്നു. ഇതിപ്പോൾ അവർ സ്വപ്നം പോവുകയാണ്. അപ്പോൾ ഇതാ പൂക്കുറ്റി വീണ്ടും കത്തുകയാണ്. ആ ഒരു ചേച്ചി വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം. ആനന്ദ കണ്ണീർ തന്നെയാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതാ ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഈ സൈഡിൽ നിന്ന്, അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ സാനുക്കുട്ടി, ശിഖുക്കുട്ടി എല്ലാവരും ഉണ്ട്. സാനുക്കുട്ടി ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കണം. ഞാനൊക്കെ ഇങ്ങനെ സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ക്യാമറമാൻ ചേട്ടനെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ, ഞങ്ങളൊക്കെ സിംഗിളായിട്ട് കുറേ പിക്ക് എടുത്തുന്നുണ്ടായിരുന്നു. പിന്നെന്താ ഇങ്ങനെ അതാ പൂമാലയൊക്കെ ഇട്ടു. ഭയങ്കര നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം എല്ലാവർക്കും സ്റ്റേജിൻ്റെ മേലെ കയറി നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പേര് താഴെയായിരുന്നു നിന്നുണ്ടായിരുന്നത്. ഇതപ്പോൾ എന്താ പറയുക, അവർ സ്വപ്നം സഫലമാവുകയാണ്. താലി കെട്ടാൻ പോവുകയാണ്. ആദ്യം ചേട്ടനെ കുറച്ച് വിറയലൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റായിട്ടല്ല, അങ്ങനെയല്ല, എന്നാലും ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ താലി കെട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ തിരുമേനി പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ തിരുമേനി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇങ്ങനെ കയ്യിലിങ്ങനെ പൂവും അരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ മേലെ ഇങ്ങനെ എറിയും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെയുള്ള ഒരു ചടങ്ങ് എന്ന് പറയണത്. വീണ്ടും പറയണത് ഇങ്ങനെ, അവിടെ വേറെ എന്തെങ്കിലും ചടങ്ങാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പൂവെല്ലാം ഇങ്ങനെ എറിഞ്ഞു. ഇത് ഇങ്ങനെ ഇത് കണ്ടപ്പോൾ പറഞ്ഞു പോപ്പ് പൊട്ടി, അങ്ങനെ ഇതൊക്കെ ആയി. അപ്പോൾ ഇങ്ങനെ ഇതാ താലി കെട്ടി. അങ്ങനെ ചേട്ടൻ്റെ സ്വന്തമായി ചേച്ചി, ഇത് ഷെൽജുരാഗിൻ്റെ സ്വന്തം ശോഭിക ഷെൽഷോ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതാ ക്യാമറാമാനൊക്കെ വന്നത് ചേട്ടൻ ഇങ്ങനെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇതാ താലിയെല്ലാം കെട്ടിക്കഴിഞ്ഞു. പിന്നെ കെട്ടി ചെയിൻ ഇടുകയാണ് കേട്ടോ. ചേട്ടൻ്റെ വീട്ടുകാർ ചേച്ചിക്ക് താലിമാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെയിൻ ഇടുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇതാ ഞാനവിടെ നിന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ സാനിക്കുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാ ചേട്ടൻ ചേച്ചിക്ക് മാല ഇട്ട് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞു വീണ്ടും എന്തോ വലം ഇങ്ങനെ വലം ചുറ്റുന്ന ഒരു ചടങ്ങെല്ലാം ഉണ്ട്. അല്ല, അതിന് മുമ്പ് അവർ പരസ്പരം കുറി തൊട്ട് കൊടുക്കുകയാണ്, കുങ്കുമം ചാർത്തി കൊടുക്കുകയാണ് ചേട്ടൻ ചേച്ചിക്ക്. അങ്ങനെ എന്താ പറയുക, 12 വർഷത്തെ പ്രണയം ഈ ഒരു നിമിഷത്തിൽ അവരുടെ പൂവണിഞ്ഞിരിക്കുകയാണ്. എടുത്തെടുത്ത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലും വലിയ സന്തോഷം അവർക്ക് വേറെ ഉണ്ടാവില്ലായിരിക്കും. സാനിക്കുട്ടിക്ക് ഇവരെന്താ ചെയ്യുന്നത് പറഞ്ഞിട്ട് എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാനിക്കുട്ടിക്ക് ആദ്യം പൂവെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെല്ലാം വലിച്ച് കയറിയതിന് നല്ല ഭംഗിയിൽ പൂവെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളതിനെല്ലാം വലിച്ചിതാക്കി. അപ്പോൾ ഇതാ താലിയിൽ ചരടിൽ എന്തോ കുറിയെല്ലാം എന്തോ വെക്കണം, കുങ്കുമം എന്തോ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അതും അവർ ചെയ്ത് കൊടുത്ത് ചേട്ടൻ ചെയ്യാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇതാ അവർ സാരി എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഇതാണ് അവർ സാരി 10-11 പേര് ഒരുമിച്ചായിരുന്നു. അതുപോലെ ഞങ്ങൾ 6 പേരും അങ്ങനെ എന്തോ ഒരുമിച്ചായിരുന്നു, ഡ്രസ്സ് കോഡായിരുന്നു. പിന്നെ വേറെ ഒരു ചേട്ടൻ്റെ വീട്ടുകാരും അതുപോലെ ചെറിയ രീതിയിലുള്ള കോഡൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടൊരു ഫാമിലി ഫോട്ടോ എടുത്തു. ഇതാണ് ഫാമിലി കേട്ടോ. എന്താ പറയുക, നല്ല കഴിഞ്ഞില്ല കല്യാണം എന്ന് പറയുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട് ഈ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ. ഞങ്ങൾ കുറച്ച് പേര് താഴെ ഇരുന്ന്, കുറച്ച് പേര് മുകളിൽ. പിന്നെ ബോയ്സ് ഈ ഒരു കളർ ഷർട്ടും പിന്നെ മുണ്ടുമായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് കഴിക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ ബാക്കിൽ നിന്നു. പിന്നെ ഞങ്ങൾ ഇരുന്നു, അവിടെ ഇല കിട്ടി ഓരോ കറികളായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. പിന്നെന്താ ഇതെന്താ കയ്പ്പയ്ക്ക കറി കേട്ടോ. ഞാൻ കൂട്ടുകറി എന്ന് പറഞ്ഞിട്ട് ആദ്യം അത് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറ്റിക്കപ്പെട്ടു, അത് കയ്പ്പയ്ക്കായിരുന്നു. പിന്നെ മസാലക്കറി, എന്തൊക്കെ കുറേ കറികളുണ്ടായിരുന്നു. ഞാനിതിലെ കൂട്ടുകറിയും അവിയലും ഇഷ്ടവും മസാലക്കറിയും നന്നായി കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി കാലെല്ലാം പിടിച്ച് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം. പിന്നെ ഞാൻ ഇതിൻ്റെ അപ്പുറമുള്ള വീടൊന്നും ഞാൻ അധികം ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ പറയുക, ഞാൻ ഫുള്ളും കരച്ചില്ലായിരുന്നു. ചേച്ചിയൊക്കെ പോയിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് നേരത്തെ എടുത്ത ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ഇതാ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ അവർ എന്താ കഴിഞ്ഞു